ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ശാലോമോനാണ്. മോനിപ്പം 14 വയസ്സ് ആണ്. ഈ വരുന്ന ഏപ്രിൽ 10 മോന് 15 വയസ്സാവുകയാണ്. മോൻ ഇതുവരെ നടന്നിട്ടില്ല. മോന് സെറിബ്രൽ എന്ന അസുഖമാണ്. ഞങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. കുഞ്ഞ് മിടുക്കനാണ്. അപ്പം ഞങ്ങൾ മോന് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഈ ഫിസിയോതെറാപ്പിക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ മോനെയും കൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ബൈക്കിൽ പോയി. മോൻ അന്ന് വലിയ ബാലൻസ് ഒന്നുമില്ല. ബൈക്കിലിരിക്കാനുള്ള ബാലൻസ് അവനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഇങ്ങനെ നല്ലതുപോലെ പിടിച്ച് നല്ല മുറുക്കി പിടിച്ചാണ് ഇരിക്കുക. വളരെ കെയറോടുകൂടി തന്നെയാണ് നമ്മൾ ബൈക്കിൽ പോകേണ്ടത്. അപ്പം ഹസ്ബൻഡിൻ്റെ ബൈക്കിൽ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയി. ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് മൊബൈൽ കടയിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുഞ്ഞിനെ എടുത്ത് സ്കൂട്ടറിൽ വെച്ചതിന് ശേഷം എനിക്ക് കയറണമല്ലോ. ഞാൻ കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ ചെരുപ്പ് അങ്ങ് ഊരിപ്പോയി. ഞാൻ ചെരുപ്പ് ഇടാനായിട്ട് തിരിഞ്ഞത് ഹസ്ബൻഡ് കണ്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇതൊന്നും അറിയാതെ ബൈക്ക് മുന്നോട്ടെടുത്തു. ഞാൻ കയറി എന്നുള്ള ചിന്തയോടെ. മോനെന്നാ പറയുന്നതേ ഇല്ല ഞാൻ കയറിയില്ല. ഞാൻ പുറകെ വിളിക്കുന്നുണ്ട്, ഞാൻ കയറിയില്ല, നിർത്തണേ. പക്ഷെ ആര് കേൾക്കുന്നുണ്ട്. ഞാൻ പുറകെ ഓടുന്നുണ്ട്. ഞാൻ മോനെന്ന് വിളിക്കുന്നുണ്ട്. മോനത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. ഞാൻ വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു തിരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേ ദൂരം ഓടി. അപ്പോൾ ഞാൻ ആകെ കരഞ്ഞു. കാരണം ഇവന് ബൈക്കിലിരിക്കാനുള്ള ബാലൻസ് ഇല്ലല്ലോ. കരയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നതിൻ്റെ അവിടെ ഭയങ്കര ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ ഇങ്ങനെ ബാലൻസ് ഇല്ലാത്തൊരു കുട്ടി അതിൽ പപ്പയെ പിടിച്ച് ഇരുന്നെന്ന് പറഞ്ഞാൽ ആ കയറ്റത്തിൽ കയറുമ്പോൾ കുഞ്ഞ് പുറകോട്ട് വീണ് പോകുമോ എന്നുള്ളൊരു ഭയമായിരുന്നു എനിക്ക്. ഞാൻ ഓടി വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പെൺകുട്ടി ആക്റ്റീവയിൽ വരികയായിരുന്നു. ഞാനിങ്ങനെ റോഡേ കരഞ്ഞോണ്ട് വരുന്ന കണ്ടിട്ട് അവൾ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന പോലെയാണ് മോളെ സംഭവം, കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, അവനൊന്നും വരില്ല, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി എൻ്റെ കൂടെ ആക്റ്റീവയിൽ കയറി ഞാൻ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയുടെ ആക്റ്റീവയുടെ പുറകെ കയറി. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ നോക്കുകയാണ്. ഓരോ ഓട്ടോ ഇങ്ങനെ പോകുന്ന കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കി, എൻ്റെ മോൻ വല്ലതും അതിലുണ്ടോ? കയറ്റത്ത് കയറി ഇപ്പം എൻ്റെ കുഞ്ഞ് വീണോ? എന്തെങ്കിലും അവന് സംഭവിച്ചോ? എനിക്കങ്ങ് ആദ്യമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ മോൾ എത്രയും വേഗം തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്ന്. അപ്പോൾ ഞാൻ കരച്ചിൽ നിർത്തിയിരുന്നില്ല. അപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞോണ്ടേയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ വാതിൽക്കൽ ഇറങ്ങി നിൽക്കുന്നു. ഹസ്ബൻഡ് ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ വണ്ടിയിലില്ല എന്നുള്ള കാര്യം അറിയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ്. ഞാൻ പറയുന്നത് അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ തിരിച്ച് മറുപടി ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിററിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ ഇല്ല എന്ന് കണ്ടു. മോനോട് ചോദിച്ചു, അമ്മ കയറിയില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് ഹസ്ബൻഡിന് ഭയമായത്. കാരണം ഇവനെ എങ്ങനെയില്ല ഇറക്കണ്ടേ, ഞാൻ ആരും കൂടെ ഇല്ലാതെ ഇറക്കാൻ പറ്റില്ലല്ലോ. കുറേ സ്കൂട്ടർ അപ്പം ഞങ്ങളുടെ അതുവഴി പോയ ഒരു കൊച്ചു പയ്യനെ വിളിച്ച് ഇവനെ സ്കൂട്ടറിൽ നിന്ന് ഇറക്കിപ്പിച്ചപ്പോഴത്തേന് ഞാൻ വന്നു.
വന്നിട്ട് ഞാൻ പെട്ടെന്ന് മോനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. മോനെ നീ എന്താ പറയാനേ? അമ്മ കയറിയില്ല എന്ന്. കാരണം മോന് വീണ് പോയാൽ എന്ത് ചെയ്തേനെ? മോൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അമ്മ ഞാൻ വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ എനിക്ക് ഇവനോട് അതായിരുന്നു പെട്ടെന്ന് ചോദിക്കാനുള്ളത്. അമ്മ കയറിയില്ലെങ്കിൽ മോൻ പറയണ്ടായിരുന്നോ? അല്ലെങ്കിൽ കുഞ്ഞ് വീണ് പോയില്ലേ? ഈ ഒരു ക്വസ്റ്റ്യനായിരുന്നു എനിക്ക്. കാരണം അമ്മമാർക്കാണല്ലോ പെട്ടെന്ന് ആദ്യം വെപ്രാളവും എല്ലാം ഉണ്ടാകുന്നത്. അവർക്ക് ഈ കുഞ്ഞിനെന്താ അറിയാം? അവനറിയില്ലല്ലോ വീട് പോകുന്നു. പക്ഷെ അവൻ്റെ കൊച്ചു ബുദ്ധിയിൽ അവന് തോന്നിയത്, അവൻ അമ്മ വേറെ ഇല്ല എന്ന് പപ്പയോട് പറയാൻ പോയാൽ അവൻ ചിരിക്കുകയോ വല്ലതും ചെയ്താൽ കുഞ്ഞിൻ്റെ കൈ വിട്ട് പിടി വിട്ട് പോവും. അതവൻ പേടിച്ചിട്ട് പപ്പയെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഇവന് അടുത്ത മാസം 15 വയസ്സാവും. ഇപ്പോഴും ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂട്ടറിൽ പോകാൻ പറ്റത്തില്ല. ഓട്ടോയിലോ അല്ലെങ്കിൽ കാറിലോ എങ്ങനെയെങ്കിലുമേ ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു.